ദിലീപ് കേസ് ഡിസംബർ 8-ന് വിധിയാവുകയാണ്. എന്തുകൊണ്ടൊക്കെയോ കോടതി വിധി വരുന്നതിന് മുമ്പേ പൾസർ സുനിയിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. പൾസർ സുനി ആദ്യം പറഞ്ഞത് ദിലീപിൻ്റെ ആദ്യ വിവാഹം തകർത്തതിന് പ്രതികാരമായിട്ടാണ് ഈ കൊട്ടേഷൻ കിട്ടിയത് എന്നാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആദ്യ വിവാഹം തകർന്നതിന് 3 കൊല്ലം മുമ്പാണ് അഡ്വാൻസ് കിട്ടിയത് എന്നും പറയുന്നുണ്ട്. അതായത് ഡിവോഴ്സ് ആകുന്നതിന് 3 കൊല്ലം മുമ്പേ ഡിവോഴ്സ് ആക്കിയതിനുള്ള പ്രതികാരമായിട്ടുള്ള കാശ് കിട്ടി, അഡ്വാൻസ്. ഒന്നാമതേ 1.25 കോടി രൂപയുടെ കൊട്ടേഷന് വേണ്ടിയിട്ട് കൊടുത്തത് 25,000 രൂപയാണ്. അത് തന്നെ വിശ്വാസയോഗ്യമല്ല. രണ്ടാമതായിട്ട് ഒരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ഡേറ്റിലാണ് എനിക്ക് 25,000 രൂപ കിട്ടിയതെന്ന് പറഞ്ഞു. പക്ഷേ ആ ഡേറ്റിൻ്റെ മുമ്പും പിമ്പും ഒക്കെ ആയിട്ട് 3 മാസത്തോളം ദിലീപ് ദുബായിൽ ഒരു സ്റ്റേജ് ഫെസ്റ്റിവലിലായിരുന്നു. അപ്പോൾ 25,000 രൂപ മേടിക്കാൻ വേണ്ടി പൾസർ സുനി 35,000 രൂപ പ്ലെയിൻ ടിക്കറ്റും കൊടുത്ത് ദുബായിൽ പോയി ദിലീപിനെ കണ്ട് 25,000 രൂപ മേടിച്ച് പിന്നെ 35,000 രൂപ പ്ലെയിൻ ടിക്കറ്റ് എടുത്ത് തിരിച്ചിവിടെ വന്നു എന്ന് അനുമാനിക്കേണ്ടി വരും. കേസിൻ്റെ ഒരു ഘട്ടത്തിൽ മാഡം ആണ് എന്നെ ഇത് ഏൽപ്പിച്ചത് എന്ന് പൾസർ സുനി പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് പറഞ്ഞു മാഡം എന്നൊരാളില്ല, എല്ലാം ദിലീപാണ്. പക്ഷേ പിന്നെയും പറയാൻ തുടങ്ങി മാഡം ഉണ്ട് എന്ന്. ഇതുപോലെ ഡസൻ കണക്കിന് നുണകൾ പിന്നെയും പറയുകയും പിന്നെയും ഒന്നാമത് ഇയാളൊരു ഗുണ്ടയാണെന്ന് ആലോചിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ള ഒരാൾ പൂർണ്ണമായും സത്യം പറയാമെന്ന് വിശ്വസിക്കാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെ അറിഞ്ഞോ അറിയാതെയോ അവർ മട്ടാഞ്ചേരി മാഫിയയുടെ ചട്ടുകമായി മാറുകയാണ്. വിധി ദിലീപിന് എതിരാണെങ്കിൽ അവരിതിനെ പറയും അനീതിയുടെ കറുത്ത കരങ്ങൾക്കെതിരെ നീതിയുടെ വിജയം. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കണ്ട് വെറുതെ വിട്ടാൽ അവർ പറയും ദിലീപ് പണം വാരിയെറിഞ്ഞ് നീതി ദേവതയുടെ കണ്ണ് മൂടിച്ചുവെന്ന്.